السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرًا ونذيرًا وداعيًا إلى الله بإذنه وسراجًا منيرًا. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولو أن أهل القرى آمنوا واتقوا لفتحنا عليهم بركات من السماء والأرض ولكن كذبوا فأخذناهم بما كانوا يكسبون. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ പാപങ്ങളും പുറത്തുനിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കിയുള്ള ജീവിതം അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുവാനും മരണപ്പെടുമ്പോൾ പരിശുദ്ധ കലിമ ചൊല്ലി മരണപ്പെടുവാനും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, ലോകത്തോരോ ദിവസങ്ങൾ കഴിയുന്തോറും പുതിയ പുതിയ വസ്തുക്കൾ, ഉപകരണങ്ങൾ മനുഷ്യൻ്റെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൻ്റെ സന്തോഷത്തിനും ആഡംബരത്തിനും വേണ്ടി മുമ്പ് കണ്ടിട്ടില്ലാത്ത പലവിധ ഉപകരണങ്ങളും ജീവിതാവശ്യ വസ്തുക്കളും പല ഭംഗിയിലും നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ്. പുതിയ പുതിയ വാഹനങ്ങൾ, പുതിയ പുതിയ രീതിയിലുള്ള നമ്മുടെ ഭവനങ്ങൾ, പുതിയ രീതിയിൽ രുചിയുള്ള ഭക്ഷണ രീതികൾ, ഇങ്ങനെയെല്ലാം വ്യത്യസ്തമായ നിലയിൽ മനുഷ്യൻ്റെ ജീവിതത്തെ ഭംഗിയാക്കാൻ വേണ്ടി കണ്ടുപിടിച്ചു കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഇതെല്ലാം ഉള്ളതിനോടൊപ്പം എന്തോ മനുഷ്യൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒന്നുമല്ല, പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ വലിയൊരു നിഅമത്ത് ജീവിതത്തിലെ ഐശ്വര്യമാണ്, ബറക്കത്താണ്. വീടുണ്ട്, പക്ഷേ വീട്ടിൽ ബറക്കത്തില്ല. വാഹനമുണ്ട്, പക്ഷേ വാഹനത്തിൽ ബറക്കത്തില്ല. മക്കളുണ്ട്, പക്ഷേ മക്കളിൽ ബറക്കത്തില്ല. സമയമുണ്ട്, സമയത്തിൽ ബറക്കത്തില്ല. ആരോഗ്യമുണ്ട്, പക്ഷേ ആരോഗ്യത്തിൽ ബറക്കത്തില്ല. ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലുമുള്ള ഐശ്വര്യങ്ങൾ, ബറക്കാത്തുകൾ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ എണ്ണം കൂടുന്നതിൻ്റെ പേരല്ല, മറിച്ച് അള്ളാഹു നൽകിയ വസ്തുക്കൾ കൊണ്ട് നമ്മുടെ ജീവിത ആവശ്യങ്ങൾ പൂർത്തിയാകുകയും ആ വസ്തുക്കൾ അവൻ്റെ ആഖിറത്തിന് സഹായകരമായി തീരുകയും ചെയ്യുക. ഇതിനാണ് ബറക്കത്ത് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ റജബ് മാസത്തിൽ നാം ധാരാളമായി ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ ഇലാ റമളാൻ. ബറക്കത്തിന് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന മാസമാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ള ഒന്നാണ് ഒരു മുഅ്മിനെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ബറക്കത്ത് ലഭിക്കുക എന്നുള്ളത്. ദുനിയാവിൻ്റെ ആളുകൾ, സത്യനിഷേധികൾ അവരുടെ ജീവിതത്തിൻ്റെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി കൂടുതൽ വസ്തുക്കൾ അന്വേഷിക്കും. കാരണം അവരുടെ തെറ്റായ ധാരണ കൂടുതൽ വസ്തുക്കൾ ലഭിച്ചാൽ, കൂടുതൽ സമ്പത്ത് ലഭിച്ചാൽ അവൻ്റെ ജീവിതം സന്തോഷകരമാകുമെന്നാണ്. എന്നാൽ മുഅ്മിൻ അന്വേഷിക്കുന്നത് എവിടെ നിന്ന് കൂടുതൽ ബറക്കത്ത് ലഭിക്കുമെന്നാണ്. അവൻ്റെ സമ്പത്തിൻ്റെ വർധനവിനേക്കാൾ കൂടുതൽ മുഅ്മിൻ ചിന്തിക്കുന്നത് സമ്പത്തിലെ ബറക്കത്തിനെ എങ്ങനെ വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നാണ്. അമ്പിയാക്കളുടെ ജീവിതങ്ങൾ നോക്കിയാൽ കാണാം.
അവർ അള്ളാഹുയുടെ പ്രത്യേകമായി ബറക്കത്തിനെ തേടുമായിരുന്നു. റബ്ബി അൻസിൽനി മുൻസിലൻ മുബാറകൻ വ അന്ത ഖൈറുൽ മുൻസിലീൻ. നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹുടെ ചെയ്ത ദുആയാണ് ഐശ്വര്യത്തിന് വേണ്ടി. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മേൽ സ്വർണ്ണ നാണയങ്ങൾ അള്ളാഹു തആല മഴ പെയ്യിപ്പിച്ചു. അയ്യൂബ് നബി അലൈഹിസ്സലാം അതെല്ലാം പറക്കിയെടുക്കുന്നത് കണ്ടപ്പോൾ അള്ളാഹു തആല ചോദിച്ചു, അയ്യൂബ്, നിനക്ക് ഞാൻ ധാരാളം നിഅമത്തുകൾ നൽകിയിട്ടുണ്ടല്ലോ, പിന്നെന്തിനാണ് നീ ആർത്തിയോടെ ഇത് പറക്കിയെടുക്കുന്നത്? അയ്യൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞു, ബലാ വ ഇസ്സതി, ബലാ വ ഇസ്സതിക്, അള്ളാഹു നിൻ്റെ ഇസ്സത്തിൽ തന്നെയാണ് സത്യം, നീ എനിക്ക് ധാരാളം നിഅമത്തുകൾ നൽകി. വലാകിൻ ലാ ഗിനാ ബി അൻ ബറകാതിക്, പക്ഷെ അള്ളാഹു നിൻ്റെ ബറക്കത്തിലേക്ക് ഞാൻ ആവശ്യക്കാരനാണ്. ഇത് നിൻ്റെ ബറക്കത്താണ്, നീ ആകാശത്ത് ഇറക്കുന്നതിൻ്റെ ഐശ്വര്യമാണ്. നിൻ്റെ ബറക്കത്തിലേക്ക് ഞാൻ ആവശ്യക്കാരനാണ്. എന്തെല്ലാം വസ്തുക്കൾ എൻ്റെ കയ്യിലുണ്ടെങ്കിലും ഞാൻ ആവശ്യക്കാരനാണ് നിൻ്റെ ഐശ്വര്യത്തിലേക്ക്, ബറക്കാത്തിലേക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധാരാളം ദുആകൾ കാണാം. വബാരിക് ലി ഫീമാ അതൈത്, അല്ലാഹുമ്മ ബാരിക് ലി ഫീമാ അതൈത്, അല്ലാഹുവേ നീ നൽകിയതിൽ നീ ബറക്കത്ത് നൽകണമേ. നബി തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ അസ്മാഇനാ വ അബ്സാരിനാ വ ഖുലൂബിനാ വ അസ്വാജിനാ വ സുർരിയാതിനാ. അല്ലാഹുവേ നീ എൻ്റെ കാഴ്ചയിൽ, എൻ്റെ കേൾവിയിൽ, എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ സന്താനത്തിൽ, എൻ്റെ ഭാര്യമാരിൽ നീ ബർക്കത്ത് ചെയ്യണേ. നബി തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ സാഇനാ വ ഫീ മുദ്ദിനാ വ ഫീ മദീനതിനാ. നബി തങ്ങളുടെ ദുആയാണ്, അല്ലാഹുവേ ഞങ്ങളുടെ സാഇൽ, ഞങ്ങളുടെ മുദ്ദിൽ, ഞങ്ങളുടെ മദീനയിൽ, ഞങ്ങളുടെ പഴങ്ങളിൽ നീ ബർക്കത്ത് ചെയ്യണേ. ബറക്കത്ത് ഒരു മുഅ്മിന് ആവശ്യമായ വസ്തുവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾ പറഞ്ഞു, നിങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം നിങ്ങളുടെ വിരലിലും പാത്രത്തിലും ബാക്കിയായ ഭക്ഷണം നിങ്ങൾ കളയരുത്, കരങ്ങൾ കരയുകയില്ല. ഏത് ഭക്ഷണത്തിലാണ് ബറക്കത്തുള്ളത് നിങ്ങൾ അറിയുകയില്ല. അതുകൂടി നിങ്ങൾ വൃത്തിയാക്കി കഴിക്കണം. ഒരല്പം ഭക്ഷണം നിങ്ങൾ കളയരുത്. കാരണം ഏത് ഭക്ഷണത്തിലാണ്, ഏത് ധാന്യത്തിലാണ് ബറക്കത്തുള്ളത് നിങ്ങൾ അറിയുകയില്ല. ബറക്കത്ത് നഷ്ടപ്പെടുത്താതിരിക്കാൻ തങ്ങൾ പ്രത്യേകം പ്രേരിപ്പിച്ചു. അത് മുഅ്മിനീങ്ങളായ നമ്മളെ സംബന്ധിച്ച് ആവശ്യമായ ഒന്നാണ് ജീവിതത്തിൽ ബറക്കത്ത് ലഭിക്കുക എന്നുള്ളത്. അള്ളാഹുവിന് ദുആ ചെയ്യേണ്ട ഒന്നാണ്. സഹാബാക്കളുടെ ജീവിതങ്ങൾ, അവരുടെ ജീവിതത്തിലെ വസ്തുക്കളുടെ എണ്ണത്തേക്കാൾ കൂടുതൽ അള്ളാഹു തആല ബറക്കത്ത് കൊണ്ട് സഹാബാക്കളെ പൊതിയുകയുണ്ടായി. ഉമ്മു ശരീക്ക് റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു പാത്രത്തിൽ നെയ്യ് കൊണ്ടുപോയി കൊടുത്തു. തങ്ങൾ അതെടുക്കാൻ ബിലാലിനോട് പറയുകയും ബിലാൽ റളിയല്ലാഹു തആല അതെല്ലാം പൂർണ്ണമായി വടിച്ച് വൃത്തിയാക്കി എടുക്കുകയും ചെയ്തു. എന്നിട്ട് പാത്രം തിരിച്ചു കൊടുത്തയച്ചു. ഉമ്മു ശരീക്ക് റളിയല്ലാഹു തആല അൻഹ അവർ പറയുന്നു, ഞാൻ വീട്ടിലെത്തി പാത്രം തുറന്നു നോക്കിയപ്പോൾ ആ പാത്രം നിറയെ അത് തുളുമ്പി നിൽക്കുന്ന അവസ്ഥയിൽ നെയ്യ് നിറഞ്ഞു നിൽക്കുകയാണ്. ഞാൻ തിരിച്ചു വന്നു നബി തങ്ങളുടെ അടുക്കലേക്ക്. താങ്കളോട് ചോദിച്ചു, നബി, എൻ്റെ വിഷയത്തെ വല്ല ആയത്തും ഇറങ്ങിയോ? താങ്കൾ എന്താണ് ഞാൻ കൊണ്ടുവന്ന ഹദിയെ സ്വീകരിക്കാതിരുന്നത്? താങ്കൾക്ക് എന്നോട് വെറുപ്പാണോ? താങ്കൾ ബിലാലിനെ വിളിച്ചു, ബിലാലെ, നിന്നോട് ഞാൻ പൂർണ്ണമായി എടുക്കാൻ പറഞ്ഞിരുന്നല്ലോ. ബിലാൽ റളിയല്ലാഹു പറഞ്ഞു, നബി, എനിക്ക് ലജ്ജ തോന്നുന്ന അവസ്ഥയിൽ ആ പാത്രത്തിൽ ഞാൻ പൂർണ്ണമായി നെയ്യ് വടിച്ചെടുത്തു. അപ്പോൾ താങ്കൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മു ശരീക്ക്, നിനക്ക് ലഭിച്ച നെയ്യ് ഇത് അല്ലാഹു തആല നീ ചെയ്ത ഈ നന്മക്ക് ബറക്കത്തായിട്ട് ദുന്യാവിൽ നൽകിയതാണ്. ഉമ്മു ശരീക്ക് റളിയല്ലാഹു തആല പറയുന്നു, അള്ളാഹു എൻ്റെ ആ പാത്രത്തിൽ ബറക്കത്ത് ചെയ്തു. നബി തങ്ങളുടെ വഫാത്ത് വരെ ഞാൻ എത്ര അതിൽ നിന്നെടുത്താലും അത് തീരുമായിരുന്നില്ല. ഇങ്ങനെ സഹാബാക്കളുടെ ജീവിതങ്ങൾ നോക്കിയാൽ അള്ളാഹു അവരെ വസ്തുക്കൾ ബറക്കത്ത് ചെയ്ത ധാരാളം ചരിത്രങ്ങൾ കാണാം. ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്, സഹാബാക്കൾക്ക് പ്രത്യേകമായി 3 നിലയുള്ള ബറക്കത്താണ് ലഭിച്ചത്. ഒന്ന്, അവരുടെ കുറഞ്ഞ വസ്തുക്കളിൽ, കുറഞ്ഞ വരുമാനത്തിൽ അള്ളാഹു ബറക്കത്ത് ചെയ്തു. ആ കുറഞ്ഞതുകൊണ്ട് അവരുടെ നീണ്ട കാലഘട്ടത്തിൽ ആവശ്യങ്ങൾ പൂർത്തിയായി. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഞ്ചി, അതിൽ കുറച്ച് എണ്ണാൻ പറ്റുന്ന ഈന്തപ്പഴങ്ങളിട്ട് എനിക്ക് നൽകി. ഒരു ചെറിയ സഞ്ചി, ആ സഞ്ചിയിൽ കുറച്ച് എണ്ണാൻ പറ്റുന്ന ഈന്തപ്പഴമിട്ട് തങ്ങൾ എനിക്ക് നൽകി. അബൂ ഹുറൈറ റളിയല്ലാഹു പറയുന്നു, ആ ചെറിയ സഞ്ചിയിൽ നിന്നും ഞാൻ കഴിക്കുകയും മറ്റുള്ളവരെ കഴിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷെ ആ സഞ്ചിയിൽ നിന്ന് ഈന്തപ്പഴം തീരുകയില്ലായിരുന്നു. ഏകദേശം ഞാൻ 38,000 ചില്ലുവാനും ഈന്തപ്പഴം അതിൽ നിന്ന് കഴിപ്പിക്കുകയും ചെയ്തു. ഒരു ചെറിയ സഞ്ചിയിൽ അള്ളാഹു ബറക്കത്ത് ചെയ്തു. നീണ്ട വർഷങ്ങൾ അവരുടെ വിശപ്പിൻ്റെ ഭക്ഷണമെന്ന ആവശ്യം പൂർത്തിയാക്കി കൊടുത്തു അള്ളാഹു തആല കുറഞ്ഞ വസ്തുവിൽ. സഹാബാക്കൾ ധാരാളം ചരിത്രങ്ങൾ കാണാം. അവർക്ക് അള്ളാഹു തആല കുറഞ്ഞ വസ്തുക്കൾ നൽകി
അതിൽ കൂടി വലിയ വലിയ ആവശ്യങ്ങൾ പൂർത്തിയാക്കി. ഹബ്ബാബ് റളിയല്ലാഹു തആല, ഇർബാസ് റളിയല്ലാഹു തആല പറയുന്നു, ഇർബാസ് എന്ന് പറയുന്ന സഹാബി പറയുന്നു, ഞങ്ങൾ തബൂക്ക് യുദ്ധത്തിൽ തങ്ങളുടെ കൂടെ പുറപ്പെട്ടു. തിരിച്ചു വന്നപ്പോൾ ഭക്ഷണത്തിൻ്റെ ഏർപ്പാട് ചെയ്തിരുന്നെല്ലാം സഹാബാക്കൾ കഴിച്ച് തീർന്നു പോയിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സലമ റളിയല്ലാഹു തആല വീട്ടിലേക്ക് വിട്ടു. അവിടെ എന്തെങ്കിലും ഭക്ഷണമുണ്ടോ നോക്കി, അവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. ബിലാലിനെ വിളിച്ച്, ബിലാൽ, നിന്റെ അടുക്കൽ ഭക്ഷണം വല്ലതുമുണ്ടോ? ബിലാൽ റളിയല്ലാഹു അൻഹു സഞ്ചി കൊണ്ടുവന്നു. അതിൽ 7 ഈന്തപ്പഴം ഉണ്ടായിരുന്നു. തങ്ങൾ അത് കുടഞ്ഞിടാൻ പറയുകയും ഒരു വസ്ത്രത്തിൽ മൂടുകയും തങ്ങൾ ദുആ ചെയ്യുകയും ചെയ്തു. ഇർബാസ് റളിയല്ലാഹു തആല പറയുന്നു, അള്ളാഹു ബറക്കത്ത് ചെയ്തു ആ ഈന്തപ്പഴത്തിൽ. ഞാൻ അതിൽ നിന്ന് ഏകദേശം 50 ഈന്തപ്പഴം കഴിച്ചു. അങ്ങനെ ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. ചിലർ 30 കഴിച്ചു, ചിലർ 40 കഴിച്ചു. അള്ളാഹു തആല അതിൽ ബറക്കത്ത് ചെയ്തു. ഇങ്ങനെ സഹാബാക്കളെ ചരിത്രങ്ങൾ കാണാം. കുറഞ്ഞ വസ്തുക്കളിൽ അള്ളാഹു തആല ബറക്കത്ത് ചെയ്തു, അവരുടെ വലിയ ആവശ്യങ്ങൾ പൂർത്തിയായി. രണ്ടാമത് സഹാബാക്കൾക്ക് അള്ളാഹു കൊടുത്ത ബറക്കത്ത്, അവരുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അള്ളാഹു തആല അവൻ്റെ ഗൈബിൽ നിന്നും അദൃശ്യമായ നിലയിൽ അള്ളാഹു സഹായിച്ചു. അള്ളാഹു തആല അവരുടെ ആവശ്യം പൂർത്തിയാക്കി കൊടുത്തു. ഇമാം അഹ്മദ് അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ അൽ ബിദായ വൻ നിഹായിൽ ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ലാ ഒരു സംഭവം ഉദ്ധരിക്കുന്നു. ഒരു സഹാബി അദ്ദേഹം പറയുന്നു, ഞങ്ങളുടെ വീട്ടിൽ പട്ടിണിയായിരുന്നു, ഒന്നും ഉണ്ടായിരുന്നില്ല കഴിക്കാൻ. ഞാൻ ഒന്നുമില്ലാത്തതിൻ്റെ പേരിൽ ഞാൻ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിപ്പോയി. കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ അള്ളാഹുടെ ദുആ ചെയ്തു, അല്ലാഹു മർസുഖ്ന, അള്ളാഹു നീ ഞങ്ങൾക്ക് എന്തെങ്കിലും റിസ്കിൻ്റെ ഏർപ്പാട് ചെയ്യണം. ഒന്നും ഞങ്ങളുടെ വീട്ടിലില്ല. ഭാര്യ അതിനുശേഷം അയൽവാസികൾ പട്ടിണിയാണെന്ന് അറിയാതിരിക്കാൻ വേണ്ടി വീടിൻ്റെ അടുപ്പ് കത്തിച്ചു. എന്നിട്ട് ആട്ടുകല്ല് കറക്കിക്കൊണ്ടിരുന്നു, അയൽവാസികൾ അറിയാതിരിക്കാൻ വേണ്ടി ഇവിടെ പട്ടിണിയാണെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭർത്താവ് തിരിച്ചു വന്നു. ഭർത്താവ് വന്നപ്പോൾ ഭാര്യ പോയി കതക് തുറന്ന് വീട്ടിനകത്തേക്ക് ഭർത്താവിനെ വിളിച്ച് ക്ഷണിച്ചു. അങ്ങനെ രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ രണ്ടുപേരും വന്ന് തൻ്റെ ആട്ടുകല്ലിലേക്ക് നോക്കുമ്പോൾ ആ ആട്ടുകല്ലിൽ നിന്ന് മാവ് പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ വീട്ടിലെ പാത്രത്തിൽ ശേഖരിച്ചു വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോയി സംഭവം പറഞ്ഞു കേൾപ്പിക്കുകയും ചെയ്തു. ഒന്നുമില്ലാത്ത വീട്ടിൽ അള്ളാഹുവിൻ്റെ ഖജനാവിൽ നിന്നും അവർക്ക് ആവശ്യമായ റിസ്കിനെ അള്ളാഹ് കൊണ്ടുപോയി കൊടുത്തു. ഇത് സഹാബാക്കൾക്ക് ലഭിച്ച ജീവിതത്തിലെ രണ്ടാമത്തെ ബറക്കത്തിൻ്റെ രീതിയാണ്. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ അള്ളാഹുവിൻ്റെ ഖജനാവിൽ നിന്നും നേരിട്ട് അവരുടെ വീടുകളിലേക്ക് അള്ളാഹു തആല ബറക്കത്തിറക്കി. സഹാബാക്കളെ പല ചരിത്രങ്ങൾ കാണാം. മൂന്നാമത് സഹാബാക്കൾക്ക് അള്ളാഹു നൽകിയ ബറക്കത്തിൻ്റെ രീതി, അള്ളാഹു തആല സഹാബാക്കളുടെ ആവശ്യങ്ങളെ തന്നെ ഉയർത്തിക്കളഞ്ഞു. മനുഷ്യൻ്റെ ആവശ്യം വരുമ്പോഴാണ് പലതിലേക്ക് മനുഷ്യൻ ആവശ്യക്കാരനാകുന്നത്. വിശപ്പെന്നൊരാവശ്യം, ദാഹമെന്നൊരാവശ്യം, അതില്ലാതായാൽ പിന്നെ അവൻ ഭക്ഷണത്തിലേക്ക് ആവശ്യക്കാരനല്ല. അബൂ ഉമാമ റളിയല്ലാഹു തആല പറയുന്നു, യഹൂദികൾ താമസിക്കുന്ന ഒരു നാട്ടിലേക്ക് ഞാൻ ദഅവത്തിന് വേണ്ടി ചെന്നു. ആ ജനങ്ങളെ വിശുദ്ധമായ ഇസ്ലാമിലേക്ക് ഞാൻ ക്ഷണിച്ചു. അവരാരും സ്വീകരിക്കാൻ തയ്യാറായില്ല. ശക്തമായ ചൂടുള്ളൊരു സമയമായിരുന്നു. ദാഹം ശക്തമായതിൻ്റെ പേരിൽ ഞാൻ അല്പം വെള്ളം അവരോട് ചോദിച്ചു. അവരാരും എന്നോടുള്ള ദേഷ്യത്തിൻ്റെ പേരിൽ വെള്ളം നൽകിയില്ല. ഞാൻ എൻ്റെ തലപ്പാവിനെ തലയിൽ മുറുക്കിക്കെട്ടി ഒരു മരച്ചുവട്ടിൽ പോയി കിടന്നുറങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പരസ്പരം സംസാരിക്കുകയും അവരിൽ ഒരാൾ വന്ന് എന്നെ വിളിക്കുകയും ചെയ്തു. വെള്ളവുമായി കൊണ്ടുവന്ന് എന്നെ വിളിക്കുകയും ചെയ്തു. കുടിക്കാൻ വെള്ളം നൽകി. ഞാൻ ഉറക്കത്തിന് എണീറ്റു. അവരോട് പറഞ്ഞു, എനിക്ക് വെള്ളം വേണ്ട. അദ്ദേഹം പറഞ്ഞു, ഞാൻ കിടന്നുറങ്ങിയപ്പോൾ എൻ്റെ അടുക്കൽ, ഇപ്പോൾ ഇതാ എൻ്റെ അടുക്കൽ എനിക്ക് കുടിക്കാൻ വെള്ളവുമായി, ചില റിവായത്തിൽ പാലുമായി ഒരാൾ വരികയും എന്നോട് കുടിക്കാൻ പറയുക, ഞാൻ കുടിക്കുകയും ചെയ്തു. ദാ എൻ്റെ ചുണ്ടിൽ അതിൻ്റെ നനവ് ഇപ്പോഴും ബാക്കിയാണ്. അബൂ ഉമാമ റളിയല്ലാഹു തആല ഈ സംഭവം അവർ പറഞ്ഞിട്ട് അദ്ദേഹം ഉദ്ധരിക്കുകയാണ്, പിന്നെ എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ദാഹമുണ്ടായിട്ടില്ല, ഞാൻ ദാഹിച്ചിട്ടേയില്ല. അല്ലാഹുവിൻ്റെ സഹാബാക്കൾക്ക് നൽകിയ ഗൈബിയായ സഹായങ്ങളാണ്, ബറക്കത്തുകളാണ്. അവരുടെ ആവശ്യങ്ങൾ തന്നെ അള്ളാഹ് എടുത്തു കളഞ്ഞു. ദാഹമേ ഇല്ല ജീവിതത്തിൽ. അള്ളാഹു സാധിക്കുന്നവനാണ്. അള്ളാഹുവിനെ കൊണ്ട് സാധിക്കുക തന്നെ ചെയ്യും. അവൻ്റെ കുദറത്തിൽ സാധിക്കുന്ന കാര്യമാണ്. ഇത് സഹാബാക്കൾ ലഭിച്ച ജീവിതത്തിലെ ബറക്കത്തുകളാണ്. അള്ളാഹു തആല പല നിലയിൽ സഹാബാക്കളെ സഹായിച്ചു. ഈ ബറക്കാത്തുകളുടെ രീതി, ഈ ഐശ്വര്യങ്ങളുടെ രീതി ഇന്നും ബാക്കിയാണ്. ഇത് ഏതെങ്കിലും കാലഘട്ടത്തിനോ അല്ലെങ്കിൽ സഹാബാക്കൾക്കോ നബിമാർക്കോ മാത്രം പ്രത്യേകമായതല്ല. അള്ളാഹുവിൻ്റെ ഈ ബറക്കത്തിൻ്റെ രീതികൾ ഇന്നും ബാക്കിയാണ്. ഇന്നും ഭൂമിയിലേക്ക് ഇറക്കാൻ അള്ളാഹുവിന് സാധിക്കുക തന്നെ ചെയ്യും. അള്ളാഹ് ഇറക്കുകയും ചെയ്യും. പിന്നെ എന്തുകൊണ്ട് നമുക്ക് ലഭിക്കുന്നില്ല? അതിന് നമ്മുടെ ജീവിതത്തിലെ ചില തിന്മകളാണ്. നമ്മുടെ ഹറാമുകൾ, ജീവിതത്തിലെ പാപങ്ങൾ ഒന്നാമത്തെ കാരണമാണ്. ഇന്നൽ അബ്ദ ലയുഹറമു ബിദംബിൻ യുസീബു. അടിമ ചെയ്യുന്ന ഹറാമുകൾ, തിന്മകൾ അവന് ലഭിക്കേണ്ട റിസ്കിനെ തടഞ്ഞു വെക്കുന്നതാണ്. അവന് ലഭിക്കേണ്ട റിസ്കിനെ തടഞ്ഞു വെക്കും. ജീവിതത്തിൽ ആവശ്യമായ അവൻ്റെ ബറക്കത്തിനെ തടഞ്ഞു വെക്കും.
ഒമൻ അറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻക. ആരല്ലാഹുവിൻ്റെ ദീനിൽ നിന്നും സ്മരണയിൽ നിന്നും അകന്നു ജീവിക്കുന്നു, തിന്മയിലായി ഹറാമുകളായി പാപത്തിലായി ജീവിക്കുന്നു, ഫഇന്ന ലഹു മഈശതൻ ലൻക, അവന് കുടുസായ ജീവിതം അല്ലാഹു നൽകും. അവൻ്റെ വീടുണ്ടാകും, വീട്ടിൽ സമാധാനമില്ല. അവന് ഭക്ഷണമുണ്ടാകും, പക്ഷെ ഭക്ഷണങ്ങൾ രോഗത്തിന് കാരണമാകുന്നു. അവന് ഭാര്യയും മക്കളും ഉണ്ടാകും, സമാധാനത്തിന് മതിയാവുകയില്ല. സമ്പത്തുണ്ടാകും, കച്ചവടമുണ്ടാകും, ധാരാളം സമ്പത്തുകൾ കൈകൾ മറിയുന്നുണ്ടാകും. ഇതെല്ലാം ഉണ്ടായിട്ടും ജീവിതത്തിൽ സമാധാനമോ സന്തോഷമോ ഇല്ല. നാം നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ സ്വന്തം വ്യക്തി ജീവിതങ്ങൾ അനുഭവിക്കുന്ന അവസ്ഥയാണ്. ജീവിതത്തിലെ ഐശ്വര്യം നഷ്ടപ്പെട്ടു പോയി. എപ്പോഴാണ് ഒമൻ അറള അൻ ദിക്രി, ദീനിൽ നിന്ന് മാറി തിന്മയിൽ ജീവിക്കാൻ തുടങ്ങി. അപ്പം തിന്മകൾ ജീവിതത്തിൻ്റെ ഐശ്വര്യത്തെ നഷ്ടപ്പെടുത്തുന്ന ഒന്നാമത്തെ കാര്യമാണ്. 2, ജീവിതത്തിൽ മനുഷ്യൻ പലിശയുമായി ബന്ധപ്പെട്ടാൽ അത് അവൻ്റെ ജീവിതത്തിലെ ബറക്കത്ത് നഷ്ടപ്പെടുത്തി കളയും. ഇന്ന റിബ അല്ലാഹു തആല യംഹഖുല്ലാഹു റിബ വയുർബി സ്വദഖാത്ത്, തീർച്ചയായും നിങ്ങളുടെ റിബ, പലിശ നിങ്ങളെ നശിപ്പിക്കുന്നതാണ്. സർഖസി റഹ്മത്തുള്ളാഹി തആല അലൈഹി പലിശയുടെ ശിക്ഷകൾ, അതിൻ്റെ അനന്തരഫലങ്ങൾ, ദൂഷ്യങ്ങൾ എഴുതുന്ന കൂട്ടത്തിൽ അദ്ദേഹം എഴുതി, അവൻ്റെ ജീവിതത്തിലെ ബറക്കത്ത് നഷ്ടപ്പെടാൻ പലിശ കാരണമായി തീരും. സമ്പാദിക്കാൻ വേണ്ടി അവൻ പലിശയുമായി ബന്ധപ്പെട്ടു, പക്ഷെ സത്യത്തിൽ അവൻ്റെ സമ്പാദ്യത്തിലെ ബറക്കത്തെ നഷ്ടപ്പെടുത്താനുള്ള പ്രധാന കാരണമാണ്. 3 ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്, കച്ചവടക്കാരൻ കച്ചവടത്തിൽ കളവ് പറഞ്ഞാൽ അതവൻ്റെ ജീവിതത്തിലെ ബറക്കത്ത് നഷ്ടപ്പെടാൻ കാരണമായി തീരും. അവൻ്റെ ചരക്ക് വിൽക്കാൻ വേണ്ടി ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു, അല്ലെങ്കിൽ അതിൻ്റെ ന്യൂനതയെ മറച്ചു വച്ചു. ഇങ്ങനെ കച്ചവടത്തിൽ കളവ് പറയുന്ന രീതി ഒരു മുസ്ലിം സ്വീകരിച്ചാൽ അവൻ്റെ ജീവിതത്തിലെ ബറക്കത്ത് നഷ്ടപ്പെടാൻ കാരണമായി തീരും. പിന്നെ 4 ഉലമാക്കൾ എഴുതി, എപ്പോൾ ഒരു മനുഷ്യർക്കിടയിൽ കുടുംബങ്ങളിൽ ഭിന്നത സംഭവിച്ചു പോയാൽ ജീവിതത്തിലെ എല്ലാ ഐശ്വര്യത്തെയും തുടച്ചു നീക്കുന്നതാണ്. ഉമ്മു ശരീഖ് റളിയല്ലാഹു തആല ഈ ചരിത്രത്തിൻ്റെ അവസാനത്തിൽ ഉമ്മു ശരീഖ് റളിയല്ലാഹു തആല പറയുന്നുണ്ട്, എൻ്റെ ആ പാത്രത്തിലെ നെയ്യ് അവസാനിക്കുമായിരുന്നില്ല. നബി തങ്ങളുടെ കാലം മുഴുവൻ ഉപയോഗിച്ചു. അബൂബക്കർ റളിയല്ലാഹു തആലയുടെ കാലഘട്ടം ഞാൻ ഉപയോഗിച്ചു. ഉമർ റളിയല്ലാഹു തആലയുടെ കാലഘട്ടം, ഉസ്മാൻ റളിയല്ലാഹു തആലയുടെ കാലഘട്ടം, അവരുടെ വഫാത്ത് വരെ 3 ഖലീഫമാരുടെ കാലഘട്ടം വരെ ആ പാത്രത്തിൽ നെയ്യെടുത്ത് ഞാൻ ഉപയോഗിക്കുമായിരുന്നു. അത് തീർന്നു പോവുകയില്ലായിരുന്നു. എന്നാൽ അലി റളിയല്ലാഹു തആലയുടെ കാലഘട്ടം വന്ന് മുസ്ലിമുകൾക്കിടയിൽ ഭിന്നത സംഭവിച്ചു പോയപ്പോൾ എൻ്റെ പാത്രത്തിലെ നെയ്യ് തീർന്നു പോവുകയും അതെനിക്ക് പിന്നെ ലഭിക്കാതായി തീരുകയും ചെയ്തു. എപ്പോൾ ഭിന്നത സംഭവിച്ചു പോകുന്നു, കുടുംബങ്ങളിൽ ഭാര്യയും ഭർത്താവും ഭിന്നിച്ച്, സഹോദരങ്ങൾ ഭിന്നിച്ച്, മക്കളും പിതാവും ഭിന്നിച്ച് കഴിഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ ബറക്കത്ത് അല്ലാഹു എടുത്തു കളയും. കച്ചവടങ്ങൾ നടക്കുന്നുണ്ടാകും, വീട്ടിൽ ജീവിത ആവശ്യങ്ങളുണ്ടാകും, വസ്തുക്കൾ, പക്ഷേ ജീവിതത്തിൻ്റെ ആവശ്യ വസ്തുക്കൾ കൊണ്ട് പ്രശ്നങ്ങൾ തീരുകയില്ല. ഭിന്നത ജീവിതത്തിലെ ബറക്കത്തിനെ തടയുന്നതാണ്, അത് നഷ്ടപ്പെടുത്തുന്നതാണ്. സഹാബാക്കൾ ഒന്ന് പറഞ്ഞു, നബിയെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നു, പക്ഷേ വിശപ്പ് മാറുന്നില്ല. തങ്ങൾ ചോദിച്ചു, നിങ്ങൾ ഒറ്റക്കൊറ്റക്കിരുന്ന് ഭിന്നിച്ചിരുന്നാണോ ഭക്ഷണം കഴിക്കുന്നത്? അതേ നബിയെ, എങ്കിൽ നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കിൻ, യുബാരിക് ലക്കും ഫീ, അള്ളാഹു അത് ബറക്കത്തിന് കാരണമായി. പരസ്പരമുള്ള യോജിപ്പ്, ഒരുമ, ഇത് ജീവിതത്തിൽ ബറക്കത്തിനെ വലിച്ചു കൊണ്ടുവരും. പരസ്പരമുള്ള ഭിന്നതയും അകൽച്ചയും ജീവിതത്തിൻ്റെ എല്ലാ ഐശ്വര്യം നഷ്ടപ്പെടുത്തി കളയുന്നതാണ്. പിന്നെ ഉലമാക്കൾ എഴുതി, 5ാമത് ബറക്കത്ത് നഷ്ടപ്പെടുത്തുന്ന കാര്യം ഇസ്രാഫാണ്, ദുർവ്യയം ചെയ്യലാണ്. അനാവശ്യമായ സമ്പത്ത് ചിലവഴിക്കൽ, അമിതമായ സമ്പത്ത് ചിലവഴിക്കൽ, ഇത് ജീവിതത്തിലെ ബറക്കത്തിനെ നഷ്ടപ്പെടുന്നു. ആളമുൻ നിക്കാഹി ബറക, ഏറ്റവും ബറക്കത്തുള്ള നിക്കാഹ്, ആ നിക്കാഹ് ഏറ്റവും ലളിതമായി നടക്കുമ്പോഴാണ്. ആഡംബരത്തിൽ, ആർഭാടത്തിൽ അമിതമായ സമ്പത്ത് ആര് ചെലവഴിക്കുന്നു അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ബറക്കത്ത് ഉണ്ടാവുകയില്ല. ബറക്കത്ത് നഷ്ടപ്പെടുന്ന കാര്യമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് ആവശ്യമായ ഒന്നാണ് ഐശ്വര്യം, ബറക്കത്ത് എന്നുള്ളത്. അത് ലഭിക്കുന്നത് ദീനിൽ കൂടിയാണ്. എത്രത്തോളം ദീനിലേക്ക് അടിമ അടുക്കുന്നു, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ്. ഒരു ഗ്രാമവാസികൾ, ഒരു നാട്ടുകാർ, ഒരു പട്ടണക്കാർ അവർ വിശ്വസിക്കുകയും തഖ്വയോടെ ദീനനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ്, അവരുടെ മേൽ ആകാശത്ത് നിന്ന് ബറക്കത്തിൻ്റെ കവാടങ്ങൾ, ഒരു കവാടമല്ല, കവാടങ്ങൾ അല്ലാഹു തആല തുറന്നു കൊടുക്കും. ഭൂമിയിൽ നിന്നും ആകാശത്തു നിന്നും അല്ലാഹു അവരുടെ മേൽ ഐശ്വര്യങ്ങൾ ഇറക്കും. എപ്പോഴാണ്? വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ, തഖ്വയോടെ ദീനനുസരിച്ച് ജീവിക്കണം. കാരണം ദീനിൽ ഓരോ നന്മയും ബറക്കത്തിനെ വലിച്ചു കൊണ്ടുവരുന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ നമസ്കാരം എന്നുള്ളത്. അസ്സലാത്തു ജാലിബത്തുൽ ബറക, നമസ്കാരം ബറക്കത്തിനെ വലിച്ചു കൊണ്ടുവരുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടുകളിൽ എന്തെങ്കിലും ഞെരുക്കമോ പ്രയാസമോ വന്നാൽ
തങ്ങൾ ഉടനെ തൻ്റെ വീട്ടുകാരോട് ഈ ആയത്തോതി കേൾപ്പിക്കുമായിരുന്നു, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ, നിങ്ങൾ നമസ്കാരത്തിൽ ശ്രദ്ധയുള്ളവരാಗಿ. കാരണം നമസ്കാരം ജീവിതത്തിലെ എല്ലാ ഐശ്വര്യത്തെയും വലിച്ചു കൊണ്ടുവരുന്നതാണ്. നമസ്കാരത്തിന് അല്ലാഹു നൽകിയ പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് സുബ്ഹി ജമാഅത്തായി നമസ്കാരം, സുബ്ഹി നമസ്കാരം, പ്രത്യേകിച്ച് ഇപ്പോൾ തണുപ്പ് സമയമാണ്, നീണ്ട രാത്രി അല്ലാഹു നൽകിയിരിക്കുകയാണ്. നമുക്ക് സംബന്ധിച്ച് സുബ്ഹി നമസ്കാരം പള്ളിയിൽ ഒന്ന് ജമാഅത്തായി നമസ്കരിക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള സമയത്ത് സുബ്ഹി ജമാഅത്ത് നഷ്ടപ്പെടുക എത്ര വലിയ ദുഃഖകരമാണ്. 6 മണിക്കോ അല്ലെങ്കിൽ ആ സമയത്താണ് സുബ്ഹിയുടെ ജമാഅത്ത് നടക്കുന്നത്, നീണ്ട രാത്രി. ഉമർ റളിയല്ലാഹു തആല അൻഹു തണുപ്പ് കാലത്തെ സമയത്ത് പറയുമായിരുന്നു, അൽ ശിതാഉ ഗനീമത്തുൽ ആബിദീൻ, തണുപ്പെന്നുള്ളത് ഇബാദത്ത് ചെയ്യുന്നവർക്ക് കിട്ടുന്ന സുവർണ്ണ ഒരു അവസരമാണ്. രാത്രി നീണ്ടതായിരിക്കും, രാത്രി നമസ്കരിക്കാൻ സാധിക്കും, പകല് ചെറുതായിരിക്കും, പകല് നോമ്പ് പിടിക്കാൻ സാധിക്കും. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു തണുപ്പ് കാലം വരുമ്പോൾ പറയുമായിരുന്നു, മർഹബൻ ബിശ്ശിതാ, തണുപ്പ് കാലഘട്ടത്തെ മർഹബ പറയുമായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയുമായിരുന്നു, ഇത് മുഅ്മിനീങ്ങൾക്ക് എളുപ്പമായ സമയമാണ്, രാത്രി വിശാലമായി അതിനെ ഉപയോഗപ്പെടുത്താം, പകല് ചെറുതാണ്, നോമ്പ് പിടിക്കാം. ഹസൻ റഹ്മത്തുള്ളാഹി പറയുമായിരുന്നു, നിഅമസ് സമാനുൽ മുഅ്മിനു അശ്ശിതാ, ഒരു മുഅ്മിന് എത്ര നല്ല കാലഘട്ടമാണ് തണുപ്പ് കാലഘട്ടം. രാത്രി നീണ്ടതായിരിക്കും, അവന് രാത്രി ഇബാദത്ത് ചെയ്യാം, പകല് ചെറുതായിരിക്കും, പകല് നോമ്പെടുക്കാം. പക്ഷേ നമ്മൾ ചിന്തിച്ചു നോക്കി, 6 മണിക്ക് സുബ്ഹിയുടെ ജമാഅത്ത് നടക്കുന്നു, പക്ഷെ നമ്മുടെ പള്ളികളിൽ എത്ര പേരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. നമ്മൾ സ്വയം നമ്മളെപ്പറ്റി ചിന്തിച്ചു നോക്കി. ഒരു ഭാഗത്ത് മുസ്ലിമീങ്ങളെ പള്ളികളെ പൊളിച്ചുകൊണ്ടിരിക്കുന്നു, മുസ്ലിമീങ്ങളെ പള്ളികൾ ഒന്ന് പൊളിച്ച് അടുത്തതിന് ലക്ഷ്യം വെച്ച് വലിയ പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഉമ്മത്ത് എത്ര ഗഫലത്തിലാണ്. ഉമ്മത്തിന് അവർക്ക് അല്ലാഹു നൽകിയ പള്ളികളെ വിലമതിക്കാൻ സാധിക്കുന്നില്ല. തൊട്ട് സമീപത്തുള്ള പള്ളിയിലേക്ക് സുബ്ഹിയുടെ ജമാഅത്തിന് എത്താൻ സാധിക്കുന്നില്ല. ഒരു ഭാഗത്ത് ഓരോന്നായി പള്ളികളെ പൊളിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് ലഭിച്ച നിഅമത്തിനെ നാം വിലമതിക്കാത്തതിൻ്റെ പേരിലാണ് വലുത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ മാസം റജബാൻ, നമസ്കാരം നൽകപ്പെട്ട മിഅ്റാജിൻ്റെ മാസമാണ്. നബി തങ്ങൾക്ക് മിഅ്റാജ് നൽകിയത് എപ്പോഴാണ്? ആമുൽ ഹുസ്നിലാണ്, ദുഃഖത്തിൻ്റെ വർഷം. ഖദീജ ബീവിയും അബൂ താലിബും നഷ്ടപ്പെട്ട് ഒരഭയമില്ലാതെ തങ്ങൾ വേദനിക്കുന്ന വർഷത്തിലാണ് നമസ്കാരം തങ്ങൾക്ക് നൽകിയത്. തങ്ങൾക്ക് നഷ്ടപ്പെട്ടു എല്ലാം, തങ്ങളുടെ എല്ലാ അഭയവും നഷ്ടപ്പെട്ടു, ഇനി ആരും തങ്ങൾക്ക് അഭയമില്ല എന്ന അവസ്ഥ വന്നപ്പോൾ അള്ളാഹു തങ്ങളെ വിളിച്ചു കൊണ്ടുപോയി കൊടുത്തൊന്നാണ് നമസ്കാരം. ഇന്ന് ഈ ഉമ്മത്ത് ആ അവസ്ഥയിലാണ്. എല്ലാം നഷ്ടപ്പെട്ട്, കോടതിയും ഭരണകൂടം മുഴുവൻ നഷ്ടപ്പെട്ട്, ആരും അഭയമില്ലാതെ നിൽക്കുമ്പോൾ അള്ളാഹു നമുക്ക് നൽകിയൊരു പ്രതീക്ഷയാണ് നമസ്കാരം. പക്ഷെ നമ്മൾ എത്ര അതിനെ ഉപയോഗിക്കുന്നുണ്ട്? അവിടെ നമസ്കാരം അത് ജീവിതത്തിലെ ബറക്കത്തിനെ കൊണ്ടുവരുന്നതാണ്. 2, ജീവിതത്തിൽ ശുക്ർ ചെയ്യുന്നൊരു രീതി. എന്ത് കിട്ടിയാലും അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അള്ളാഹിനെ സ്തുതിക്കുന്ന ഒരു ശീലമുണ്ടായാൽ അത് ജീവിതത്തിൽ ബറക്കത്തിനെ കൊണ്ടുവരും. സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി തആല പറയുന്നുണ്ട്, എൻ്റെ ഉസ്താദ് എന്നോട് പറയുമായിരുന്നു, നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും അനുഗ്രഹം ലഭിക്കുകയും അത് നിത്യമാകാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നെങ്കിൽ നീ ജീവിതത്തിൽ എപ്പോഴും അള്ളാഹുവിനെ ഹംദ് ചെയ്യുന്ന ശീലമുണ്ടാക്കി, പരാതികളും പ്രയാസങ്ങളും പറയാതെ അള്ളാഹുന് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അള്ളാഹുനെ സ്തുതിക്കുന്ന ശീലമുണ്ടാക്കി എങ്കിൽ അള്ളാഹു നിഅമത്തിൽ ബറക്കത്ത് ചെയ്യും, അത് അള്ളാഹു വർദ്ധിപ്പിച്ചു തരും, അത് നിലനിർത്തി തരാൻ കാരണമായി തീരും. പിന്നെ ഉലമാക്കൾ എഴുതി, നീ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ സലാം പറയുന്ന രീതി ശീലമുണ്ടാക്കി, അത് യകൂനു ബറക്കത്തൻ അലൈക വഅല അഹ്ലിക്, അത് നിന്റെ ജീവിതത്തിലും കുടുംബത്തിലും ബറക്കത്തിന് കാരണമായി തീരും. വീട്ടിൽ പ്രവേശിക്കുമ്പോൾ സലാം പറയും. ഖുർആനുമായുള്ള ബന്ധം അത് ജീവിതത്തിലെ ബറക്കത്തിനെ കൊണ്ടുവരും. കാരണം ഹാദാ ദിക്റുൻ മുബാറകുൻ, ഖുർആനെ പറ്റി അല്ലാഹു പറഞ്ഞു, ഇത് മുബാറക്കാണ്, ഐശ്വര്യമുള്ളൊരു ഗ്രന്ഥമാണ്. അതുമായി ആര് ബന്ധപ്പെടുന്നു ജീവിതത്തിൽ അള്ളാഹു ഐശ്വര്യം കൊണ്ടുവരാൻ കാരണമായി തീരും. പിന്നെ ഉലമാക്കൾ എഴുതി, പ്രഭാത സമയം അതിനെ പ്രയോജനപ്പെടുത്തി നബി തങ്ങൾ പ്രത്യേകമായി ദുആ ചെയ്തു, അല്ലാഹുമ്മ ബാരിക് ലി ബുകൂരി ഹാദിഹിൽ ഉമ്മ, അല്ലാഹുവേ ഈ ഉമ്മത്തിൻ്റെ പ്രഭാതത്തിൽ നീ ബറക്കത്ത് ചെയ്യണേ, ഉമ്മത്തിൻ്റെ പ്രഭാതത്തിൽ നീ ബറക്കത്ത് ചെയ്യണേ. പ്രത്യേകിച്ച് ളുഹാ സമയം, ളുഹാ നമസ്കാരം. ഹദീസിൽ വരുന്നുണ്ട്, ഒരു ജമാഅത്ത് പുറപ്പെട്ടു, ഒരു സംഘം പുറപ്പെട്ടു സഹാബാക്കളുടെ, അവർ പെട്ടെന്ന് തിരിച്ചു വന്നു വലിയ ഗനീമത്തുമായി. നബി തങ്ങൾ പറഞ്ഞു, ഇതിനേക്കാൾ വലിയ എളുപ്പമുള്ള നിങ്ങൾക്ക് റിസ്ക് വലിച്ചു കൊണ്ടുവരുന്ന ഒരു അമൽ ഞാൻ പഠിപ്പിച്ചു തരാം. തങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ളുഹാ നമസ്കാരം പതിവാക്കി, അത് നിങ്ങളുടെ ജീവിതത്തിൽ റിസ്കിനെ വലിച്ചു കൊണ്ടുവരുന്നതാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ബറക്കത്തിനെ കൊണ്ടുവരുന്നതാണ്. ബൽഖി റഹ്മത്തുള്ളാഹി തആല പറയുന്നുണ്ട്, ഞാൻ 5 കാര്യങ്ങൾ അന്വേഷിച്ചു, 5 കാര്യങ്ങൾ 5 സ്ഥലത്ത് കണ്ടെത്തി, ജീവിതത്തിലെ ബറക്കത്തിനെ ഞാൻ അന്വേഷിച്ചു, അത് ഞാൻ കണ്ടെത്തിയത് ളുഹാ നമസ്കാരത്തിലാണ്. ഐശ്വര്യം ജീവിതത്തിൽ ഉണ്ടാകാനുള്ള വഴിയാണ് ജീവിതത്തിൽ ളുഹാ നമസ്കാരം, ളുഹാ സമയം, സൂര്യൻ ഉദിച്ച് പ്രകാശപൂരിതമായ സമയം. ആ സമയത്ത് 2 റക്അത്ത് നമസ്കരിക്കുക, അല്ലെങ്കിൽ 4 റക്അത്ത് നമസ്കരിക്കുക, അത് ളുഹാ നമസ്കാരം. അത് ജീവിതത്തിലെ ബറക്കത്തിന് കാരണമാണ്. അതുകൊണ്ട് ബറക്കത്തിന് വേണ്ട ദുആ കൊണ്ട് മാത്രം ഒരിക്കലും ബറക്കത്ത് ലഭിക്കുകയില്ല. ഈ അമലുകൾ ജീവിതത്തിൽ പതിവാക്കുകയും
ബറക്കത്തിനെ തടയുന്ന തിന്മകൾ ജീവിതം ഉപേക്ഷിക്കുകയും ചെയ്യണം. അള്ളാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വ ആഖിറു ദുആനിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. നമ്മുടെ മദ്രസയുടെ കൗസരിയ മദ്രസയുടെ 50-ാം വാർഷികം ശനി ഞായർ ദിവസങ്ങളിൽ നാളെ രാവിലെ മുതൽ ഞായറാഴ്ച ഇശ വരെ രാത്രി വരെ 2 ദിവസം നടക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ല അവസരമാണ്. നമ്മുടെ ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട പല പണ്ഡിതന്മാർ, ദാറുൽ ഉലൂം ദെയ്യൂബന്ദിലെ പണ്ഡിതന്മാർ, പല മഹാന്മാരും വരുന്ന ഒരു സദസ്സാണ്. നമ്മുടെ നാട്ടിലാണ് അവരെത്തുന്നത്. നമ്മളാണ് ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ. പൂർണ്ണമായ 2 ദിവസം പങ്കെടുക്കിൻ. അതുകൂടാതെ മാഷാ അല്ലാഹ് ഇവിടെയുള്ള ഖിദ്മത്തുകളിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ പങ്കെടുക്കാൻ പരിശ്രമിക്കും. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ.